ഗവർണർ ചർച്ചകൾ വഴിമുട്ടിയെന്ന സൂചന നൽകുകയാണ് മന്ത്രി ആർ ബിന്ദു. അനുരഞ്ജനം ഭാവിയിലും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അതേസമയം VC നിയമനത്തിലെ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. സർക്കാർ നിലപാട് നാളെ കോടതിയെ അറിയിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. റഹീസ് റഷീദാണ് വിവരങ്ങളുമായി ചേരുന്നത്. റഹീസ്, എന്താണ് മന്ത്രി പറഞ്ഞതിലെ പൊരുൾ? വിനിത, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടങ്ങി വച്ചിരുന്നു. അതിൽ രാജ്ഭവനും സർക്കാരും അനുകൂല നിലപാടെടുക്കുകയും മന്ത്രിസഭാ യോഗം ചർച്ചകൾക്ക് വേണ്ടി P. രാജീവിനെയും ആർ ബിന്ദുവിനെയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. 2 തവണ അവർ ഗവർണറുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. 10-ാം തീയതിക്ക് ശേഷം തുടർ ചർച്ചകൾ എന്നതായിരുന്നു തീരുമാനം. പക്ഷേ നാളെ ചില പരിപാടികൾ, വിഭജന ദിനാചരണം നടത്തണമെന്ന ഗവർണറുടെ നിലപാടിനെതിരെ സർക്കാർ രംഗത്ത് വന്നു. ഈ പശ്ചാത്തലത്തിലാണ്, ഒപ്പം സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട VC നിയമന കേസുകളും നടക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തുടർ ചർച്ചകൾ വഴിമുട്ടി എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇനി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം, ഭാവിയിൽ പോലും അനുരഞ്ജനം നടക്കുമോ എന്ന് സംശയമാണ് എന്നൊരു മറുപടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മറ്റൊന്ന്, ഇന്ന് സുപ്രീം കോടതി നടത്തിയ ഒരു നിരീക്ഷണം, സർക്കാരും രാജ്ഭവനും UGCയും സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള ഓരോ ആളുകളുടെ പേരുകൾ നൽകട്ടെ, സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാം എന്നതായിരുന്നു ഏതാണ്ട് നിരീക്ഷണം. ആ നിരീക്ഷണത്തോട് സംസ്ഥാന സർക്കാരിന് അനുകൂല നിലപാടല്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഫെഡറൽ സംവിധാനത്തോടുള്ള ജുഡീഷ്യറിയുടെ ഒരു കടന്നുകയറ്റമാണ് എന്നൊരു വിലയിരുത്തലാണ് സർക്കാരിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നാളെ കോടതിയിൽ പറയാം, കോടതിയിൽ പറയേണ്ടത് ഇവിടെ പറയേണ്ട കാര്യമില്ല എന്ന നിലപാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത്. വിനീത, ശരി. ഏതായാലും മന്ത്രി ആർ ബിന്ദുവും P. രാജീവുമായിരുന്നു ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. പക്ഷെ അതിൽ പോസിറ്റീവായ കാര്യങ്ങളില്ല എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതെന്നാണ് റഹീസ് റഷീദ് പറയുന്നത്.